ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ ഈ അമ്പലത്തിൻ്റെ തൊട്ടിപ്പുറത്താണ്. തൊട്ടിപ്പുറത്ത് മഹാദേവക്ഷേത്രത്തിൻ്റെ തൊട്ടിപ്പുറത്ത് നമ്മളെ നാട്ടിൽ ഇവിടെ ഈ പട്ടാപ്പകൽ പോലും പന്നികൾ വന്നു തുടങ്ങി. ഈ പിള്ളേർ വോളിബോൾ കളിക്കുന്ന ഈ ഗ്രൗണ്ടിൽ പന്നി 3-4 പന്നികൾ ഇങ്ങനെ നിൽക്കുന്നു. ഇതാണ്ട പന്നികൾ ഇഷ്ടം പോലെ നിൽക്കുന്നു. പന്നിയെ കാണാൻ പറ്റുന്നുണ്ടോ? നിൽക്കുന്നു പന്നികൾ. ഇത് ദൂരെ ഒരിടത്തുമല്ല, നമ്മളെ ഗ്രൗണ്ട്, ഈ പിള്ളേർ വോളിബോൾ കളിക്കുന്ന ഗ്രൗണ്ടിലാണ് ഈ പന്നികൾ നിൽക്കുന്നത്. ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ വലിയൊരു വിഷയമാണ്. നിൽക്കുന്നുണ്ട് പന്നികൾ. ഒരു പേടിയില്ല, നമ്മളെ കണ്ടിട്ട് പോലും യാതൊരു പേടിയില്ലാതെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ മുഴുവൻ പന്നികളായി. ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും. ഇത് ക്ഷേത്രത്തിലെ കൊട്ടും പാട്ടും കേൾക്കുന്ന നാട്ടിൽ ഈ തൊട്ടടുത്താണ് നിൽക്കുന്നത് പന്നികൾ. യാതൊരുവിധ പേടിയും അവർക്കില്ല. ഇങ്ങനെ പോവേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനമാവും. അല്ല, ഇവിടെ അവിടെയൊക്കെ ഉണ്ടോ? ഇവിടെ 3 എണ്ണം. ഇത് കണ്ടോ, ഇത് പന്നി. അപ്പം ഇതിനിവിടെ വലിയ പന്നികളുമുണ്ട്, ചെറിയ പന്നികളുമുണ്ട്. ഇത് കണ്ട ഇത്. അപ്പോൾ ഈ അവസ്ഥയിലോട്ട് കഴക്കൂട്ടത്തിൻ്റെ ടൗൺ ഭാഗങ്ങൾ തന്നെ ഈ പന്നികളെ കൊണ്ട് ശല്യമായി തുടങ്ങി. ഇത് തിരുവനന്തപുരം കോർപ്പറേഷൻകാർ ശ്രദ്ധിക്കണമെന്നും, ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെയൊന്നും മനുഷ്യന് ജീവിക്കാൻ പറ്റുന്നോ എന്തെങ്കിലും കൃഷി ചെയ്യാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ ഈ ഒരു അവസ്ഥ എന്തായാലും കോർപ്പറേഷൻ, വാർഡ് കൗൺസിലർമാരും ബാക്കിയുള്ളവരും മനസ്സിലാക്കണം. ഭയങ്കരമായ പന്നി ശല്യം നമുക്ക് ഇവിടെ തന്നെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. 1, 2 ഒന്നുമല്ല, ഇഷ്ടംപോലെ പന്നികളാണ് ഇവിടെ ഉള്ളത്. ഇത് ഞാൻ ദൂരെയൊന്നുമല്ല നിൽക്കുന്നത്. ഈ കുട്ടികൾ വോളിബോൾ കളിക്കുന്ന ഗ്രൗണ്ടിലാണ് ഈ പന്നികൾ. വെച്ചാൽ ഇത് റോഡാണ്, നമ്മളെ റോഡാണ്. കട്ടവള റോഡാണ്. നോക്കി കാണിച്ചു തരാം. ഇത് കണ്ട, ഇത് കട്ടവള റോഡാണ്. പട്ടിയെ പോലെ ഒരു സൈഡിൽ ഇഷ്ടം പോലെ പട്ടികൾ കാണിച്ചു തരാം. ഒരു സൈഡിൽ ഇഷ്ടം പോലെ പട്ടികൾ, മറു സൈഡിൽ ഇഷ്ടം പോലെ പന്നികൾ. ഇതാണ് കഴക്കൂട്ടത്തിൻ്റെ ഒരു അവസ്ഥ. ഇതിനൊരു മാറ്റം വരണം ഉറപ്പായിട്ട്. ഇവിടെ പട്ടികളാണ് ഇഷ്ടം പോലെ. അതിൻ്റെ നേരെ അപ്പുറ സൈഡിലാണെങ്കിൽ ഞാൻ കാണിച്ചു തരാൻ വീണ്ടും, അപ്പുറ സൈഡിൽ പന്നികൾ. ഇതാണ് കഴക്കൂട്ടത്തിൻ്റെ ഈ ടൗൺ ഭാഗത്തിൻ്റെ അവസ്ഥ. അപ്പുറത്ത് പട്ടികളെ കാണിച്ചു തന്നു. ഞാൻ വീണ്ടും നിങ്ങൾക്ക് പന്നികളെ കാണിച്ചു തരാം. ഇവിടെ പന്നികൾ ഇത്രയും അടുത്ത് ചെന്നിട്ട് പോലും ഇവർ ഓടാൻ തയ്യാറല്ല. നിൽക്കുന്നുണ്ട പന്നികൾ. ഇതാണ് കഴക്കൂട്ടത്തിൻ്റെ അവസ്ഥ. എല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. ഇതുവഴി സ്കൂട്ടറിൽ പോകുന്നവരെല്ലാം ശ്രദ്ധിക്കുക. കാരണം ഏത് നിമിഷം വേണോ പന്നിയെടുത്ത് നമ്മളെ സ്കൂട്ടറിന് കുറുകെ ചാടാം, ആക്സിഡൻ്റ് ഉണ്ടാവാം. ആരും നമ്മളെ രക്ഷിക്കാൻ വരില്ല, മൈൻഡ് ചെയ്യാൻ വരില്ല, നമ്മളെ വെച്ച് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക.